ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹ് നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് സമയം കളയാതെ പോകാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ്. സഞ്ചാർ സാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ പ്രതിപക്ഷ ബഹളങ്ങൾ കാരണവും അല്ലെങ്കിൽ ഹ്യൂജ് ക്രിറ്റിസിസങ്ങൾ കാരണം അവര് അതെന്ത് ചെയ്തു, അതിൽ നിന്ന് യു ടേൺ അടിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു എന്താണ് ഓർഡർ വിഡ്രോ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ. ഏത് ഓർഡറാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമ്മളുടെ ആപ്പുകൾ നമ്മളുടെ മൊബൈൽ ഫോണുകളിൽ വരില്ല, കൊടുക്കണം എന്നുള്ളൊരു എന്തായിരുന്നു ഓർഡറാണ് ഇവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഈ ആപ്പ് ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിഷ്കർഷിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? കാരണം സുപ്രീം കോടതിയുടെ വിധി ഓൾറെഡി ഉള്ളതാണ്. ആധാർ കാർഡ് എടുക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും ബാധകമൊന്നും അല്ല. ആധാർ കാർഡ് സിറ്റിസൺഷിപ്പിന്റെ രേഖയല്ല നിങ്ങൾക്ക് ആധാർ കാർഡിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. സോ എല്ലാവരും ആധാർ കാർഡ് എടുക്കണമെന്ന് നിർബന്ധമായിട്ടും കോടതി ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഉദ്ദേശമില്ല. പക്ഷെ പലതും നമ്മൾ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കൊണ്ട് ആധാർ കാർഡ് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ട് മാറിയെന്നുള്ളൂ. നിങ്ങൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഇതും ആധാർ കാർഡ് എടുപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സഞ്ചാർ സാഥി ആപ്പിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂ ടേൺ തന്നെയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊന്നും നടക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ആ ഒരു വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് പോകാം. ഇന്നൊരു ഡ്രൈ പേപ്പർ ആണ്. മറ്റ് UPSC പേഴ്സ്പെക്റ്റീവിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ പേപ്പറിൽ ഉൾക്കൊള്ളിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയലും സെയിം ഒരു ആർട്ടിക്കിൾ തന്നെയാണ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ക്രിഡായി വേഴ്സസ് വനശക്തി കേസ്. ഓർക്കുന്നുണ്ടോ? ക്രിഡായി എന്ന് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. വനശക്തി കേസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പോഴാണ്? മെയ് 2025 മെയ്യിലെ വിധി എന്താണ്? റെട്രോസ്പെക്റ്റീവ് എൻവിറോൺമെന്റൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടൊരു വിധി 2025 മെയ് മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് യൂ ടേൺ അടിച്ചുകൊണ്ട്, അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ സുപ്രീം കോടതി മറ്റൊരു വിധി ഈ കഴിഞ്ഞ മാസം നവംബറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ വിധിയുടെ പ്രത്യേകത? സോ വനശക്തി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. ചില പെർട്ടിക്കുലർ കേസുകളിൽ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എടുക്കാം. അപ്പോ ആ എൻവിറോൺമെന്റൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഞാൻ നമ്മളുടെ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ ഞാൻ എന്തുകൂടി പറഞ്ഞു? എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ്ലി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. രണ്ട് കേസ് ലോസ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഫേമസ്ലി കോമൺ കോസ് കേസ് 2017. MC മേത്ത കേസ്. എൻവിറോൺമെന്റിന്റെ ഏത് പ്രോബ്ലംസും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ലോ ആണ് MC മേത്ത. MC മേത്ത എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഏത് കേസിലും കണ്ണടച്ചു വിട്ടോ MC മേത്ത എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ രണ്ട് കേസുകളിലും, കോമൺ കോസ് കേസിലും MC മേത്ത കേസിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? എൻവിറോൺമെന്റൽ ക്ലിയറൻസ് റെട്രോസ്പെക്റ്റീവ്ലി എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? കാരണം അത് മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പക്ഷേ വനശക്തി കേസിന്റെ എന്താണ് ഒരു റിവ്യൂ മെയില് വിധി വന്നതാണ്. അതിനൊരു റിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ, സുപ്രീം കോടതിയിലേക്ക് ഒരു റിവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ചില കേസുകളിൽ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എടുക്കാം. അതായത് ആദ്യം നിങ്ങൾ എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എടുക്കണം എന്നില്ല, പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അവിടെ ബിൽഡിംഗ് ഒക്കെ കെട്ടി വനത്തിന് കുറച്ച് നാശങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എടുത്താൽ മതി. അങ്ങനെ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം നമ്മളുടെ ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലുള്ള എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള എൻവിറോൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻവിറോൺമെന്റൽ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഇല്ലീഗൽ ഇൻഫ്രാസ്ട്രക്ചറുകളിലെയും ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് ഇത് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ നിലവിലുള്ള എന്താണ്
നിലവിലുള്ള ഇല്ലീഗാലിറ്റീസിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് വനശക്തിയുടെ ഈ ഒരു ജഡ്ജ്മെന്റ്, വനശക്തി കേസിന്റെ ഈ ഒരു ജഡ്ജ്മെന്റ് കാരണമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ഡിസ്കഷൻ തന്നെയാണ് ഇന്നും ഇവിടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലും പറഞ്ഞിട്ടുള്ളത്. സോ ഡീറ്റെയിൽ ആയിട്ട് വലിയ അകത്തേക്ക് കയറി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് കേസുകൾ, കോമൺ കോസ് വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആൻഡ് MC മേത്ത കേസ്, ദെൻ വനശക്തി കേസ്. സോ ക്രഡായി വെസസ് വനശക്തി എന്നുള്ളതാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ നെയിം വരുന്നത്. ഓക്കെ, വനശക്തി കേസ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മതി. ഓക്കെ, സോ ഇന്നത്തെ പത്രത്തില് ഇദ്ദേഹം 3 പോയിന്റുകളാണ് പറയുന്നത്. എന്താണ് ഈ ഒരു റിവ്യൂവിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റിന്റെ ഇംപ്ലിക്കേഷൻ? ഓഫ് കോഴ്സ് വീക്കനിങ് ദ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ്. ഓക്കെ, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ് എന്താണ്? വീക്കൻ ചെയ്യുക. ദെൻ കംപ്ലൈൻസ് ബിക്കം വോളണ്ടറി. ആദ്യം നമ്മൾ എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എടുക്കണം എന്ന് പറയുന്ന ഒരു കംപ്ലൈൻസ് ഒരു വോളണ്ടറി ആക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. വീക്ക് ഡിറ്ററൻസ്, പെനാലിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊജക്ട് സ്റ്റോപ്പേജ്. അതായത് ഞാൻ നമ്മളുടെ ഈ എൻവിറോൺമെന്റൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ടില്ല, കോസ്റ്റൽ റെഗുലേഷൻ സോണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഈ സൗബിൻ ഷാഹിറിന്റെ ഫ്ലാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൗബിൻ ഷാഹിർ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്താണെന്ന് അറിയാണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അടക്കമുള്ള ആളുകളും ആരാണ് അവിടെ താമസിച്ചിരുന്ന ആളുകളും പോയിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. അവർക്ക് അറിയാൻ പാടില്ല. സാധാരണ അവർ നോക്കുമ്പോൾ പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലാറ്റ് ഇരിക്കുന്ന സ്ഥലം കോസ്റ്റൽ റെഗുലേഷൻ സോണിന്റെ കീഴിൽപ്പെടുന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു ഫ്ലാറ്റ് ഇരിപ്പുണ്ടായിരുന്നത്. കോടതിയിലേക്ക് ഉത്തരവ് വന്നു. കോടതി പറഞ്ഞു മക്കളെ പൊളിച്ചു നീക്കിക്കോളൂ. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസില് ഇന്നാണെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഇന്നാണെങ്കിൽ നമ്മളുടെ വനശക്തി കേസ് കോട്ട് ചെയ്തുകൊണ്ട് എൻവിറോൺമെന്റൽ ക്ലിയറൻസ് പിന്നീട് ഒരു അവസരത്തിൽ എടുത്താൽ മതി. അവിടെ പെർട്ടിക്കുലർലി എൻവിറോൺമെന്റൽ ക്ലിയറൻസിന്റെ കേസ് വരുന്നില്ല. എൻവിറോൺമെന്റൽ ക്ലിയറൻസിന്റെ കേസ് വരുന്നുണ്ട്, പക്ഷേ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആണ് അവിടെ ഒരു കേസ് വരുന്നത്. സോ അങ്ങനെയുള്ള കേസുകളിൽ എൻവിറോൺമെന്റൽ ക്ലിയറൻസ് പിന്നെ എടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ പ്രൊജക്ട് സ്റ്റോപ്പേജും എന്താണ്, പ്രൊജക്ട് നിർത്തിച്ച് അവിടെ പൂർണ്ണമായിട്ടും എൻവിറോൺമെന്റിൽ വിട്ടുകൊടുക്കുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യും? പെനാലിറ്റീസ് കൊണ്ട് അവരുടെ പിഴ, അതായത് പൈസയുള്ള ആളുകള് അല്ലെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ഏത് നിയമവും വളയ്ക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്കുള്ള ഒരു രീതി വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഈ 3 കാര്യങ്ങളുമാണ് ഇദ്ദേഹം ഇവിടെ ഇന്നത്തെ പത്രത്തിലെ ഡീറ്റെയിൽ ആയിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് ഓൾസോ എ വെരി സിമ്പിൾ ആർട്ടിക്കിൾ. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ആർട്ടിക്കിളാണ്. അർബൻ മെട്രിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം അർബൻ പ്ലാനിങ്ങിനെ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്തു. എങ്ങനെയാണ് നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, അതായത് ഡയബറ്റിക്സ്. നിങ്ങൾ ഇപ്പോൾ അർബൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് സിറ്റീസിനെ കുറിച്ചിട്ടും ദെൻ ഹ്യൂജ് അർബൻ പ്ലാനിങ് ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അഗെയിൻ ഇന്നത്തെ ആർട്ടിക്കിൾ അർബൻ പ്ലാനിങ്ങിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്? എൻവിറോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും അർബൻ പ്ലാനിങ്ങുകളെ കുറിച്ചിട്ട് ഡിഫറൻറ്റ് ഇൻഡെക്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, സോ അർബൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്തൊക്കെയാ സംസാരിക്കുന്നത്? മെട്രോ ഉള്ളത് അർബൻ സിറ്റിയാണ്. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മെട്രോ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മെട്രോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ കളിയാക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടില് മെട്രോയേക്കാൾ ഉപരി കൊച്ചി നഗരത്തെ സേവിക്കുന്ന ഒരു കാര്യം എന്താണ്? മംഗളവനം എന്ന് പറയുന്ന ഒരു വനമുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഈ മംഗളവനം ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ വീമ്പ് പറയാറില്ല. ഞങ്ങളുടെ നാട്ടിൽ മെട്രോ ഉണ്ട്, നിങ്ങളുടെ നാട്ടിൽ മെട്രോ ഇല്ലല്ലോ എന്നാണ് ഞാൻ നോർമലി നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ചോദിക്കാറുള്ളത്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഒരു അർബൻ പ്ലാനിങ് ആൻഡ് അർബൻ മെട്രിക്സും ഇതേപോലെ എന്നെ പോലെ ബയസ്ഡ് ആണ്. കാരണം എന്താണ്? കാരണം നമ്മളുടെ അർബൻ മെട്രിക്സുകളും അല്ലെങ്കിൽ അർബനൈസേഷൻ എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ മെട്രോയുടെ എണ്ണവും ഇൻഫ്രാസ്ട്രക്ചറുകളുടെ എണ്ണവും എന്താണ്, ഇൻവെസ്റ്റ്മെന്റുകളുടെ എണ്ണമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പകരം നമ്മൾ എന്ത് നോക്കുന്നില്ല? ഒരു പുഴ മര്യാദയ്ക്ക് ഒരുങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു കാട് നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് റിസൈലന്റ് കപ്പാസിറ്റി, ഒരു ക്ലൗഡ് ബേസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നഗരത്തിന് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. മേജർലി ഈ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ടുള്ളൊരു എന്താണ് തീം എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ വീശി അടിച്ചിരിക്കുന്ന ദിത്വാ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, 400 പേരാണ് ശ്രീലങ്കയിൽ മാത്രം മരണമടഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു കൺട്രി,
അവിടെ ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നത് കൊണ്ട്, സിവിയർ സൈക്ലോൺ ഒന്നുമല്ല, നോർമൽ വന്നു പോകുന്ന ഒരു ചുഴലിക്കാറ്റ് അടിച്ചത് കൊണ്ട്, അതിതീവ്ര ന്യൂനമർദ്ദം വരുന്നു, ചുഴലിക്കാറ്റായി മാറുന്നു, അതുകൊണ്ട് 400 ജീവനുകളാണ് പൊലിഞ്ഞത്. ശ്രീലങ്കയിലെ കണക്ക് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഐലൻഡ് കൺട്രീസിൽ ഓരോന്നിലും എന്തായിരുന്നു, സെയിം പ്രശ്നം തന്നെയാണ് ഹാപ്പൻ ചെയ്തത്. അതായത് ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ഒരു കൺട്രിയിൽ ഇത്ര പോലും ക്ലൈമറ്റ് റിസൈലന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് നമ്മളൊന്ന് ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്താണ് ഫസ്റ്റ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നെയ്ബേഴ്സ് നമ്മളുടെ ഫസ്റ്റ് ആണെന്ന് നമ്മൾ സംസാരിച്ചു. അവിടെ നമ്മൾ എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇല്ലേ? ഹമ്പൻ തോട്ട പോർട്ട് ചൈന പണിഞ്ഞു കൊടുക്കുന്നു. ഇന്ത്യ അവിടുത്തെ മാൻ പവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ എക്കോണമി വളരാനായിട്ട്, ഇൻഡസ്ട്രി വളരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. പക്ഷേ നമ്മളെപ്പോഴും ഈ ക്ലൈമറ്റ് റിസൈലിയന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ സിറ്റീസിന്റെ എന്താണ് വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഡ്രെയിനേജ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഒരു അർബനൈസേഷൻ ആൻഡ് അർബൻ പ്ലാനിങ് കുറച്ച് ബയസ്ഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. പെർട്ടിക്കുലർലി 3 ഇൻഡെക്സിന്റെ ബേസിസിലാണ് ഇദ്ദേഹം ഈ ഒരു ആർട്ടിക്കിളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ്? അർബൻ ഹാബിറ്റാറ്റിന്റെ സിറ്റി പ്രോസ്പെരിറ്റി ഇൻഡെക്സ്. ഈ സിറ്റി പ്രോസ്പെരിറ്റി ഇൻഡെക്സിന്റെ പടമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സിറ്റി പ്രോസ്പെരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്ന 5 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു സിറ്റിയുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളമാണ്, ഇൻഫ്രാസ്ട്രക്ചർ എന്തോരം ഉണ്ട്, ഇക്വിറ്റി, അവിടെ സാധാരണ ജനങ്ങൾ തമ്മിലുള്ള അന്തരം എന്തോരം കുറവാണ്, സസ്റ്റൈനബിലിറ്റി, ആ സിറ്റി സസ്റ്റൈനബിൾ ആണോ, ദെൻ ഗവേണൻസ്. ഇങ്ങനെയുള്ള ഈ 5 കാര്യങ്ങളാണ് എന്ത് നോക്കുന്നേ, നമ്മളുടെ ഒരു സിറ്റിയുടെ പ്രോസ്പെരിറ്റി ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ UN ഹാബിറ്റാറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, ദെൻ ലിവബിലിറ്റി ഇൻഡെക്സിലേക്ക് വരാം. ലിവബിലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, കൾച്ചർ, എൻവിറോൺമെന്റ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ സിറ്റി റിസൈലൻസ് ഇൻഡെക്സ് നോക്കുമ്പോൾ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ആൻഡ് റിക്കവർ ഫ്രം ദ ഷോക്ക്. സോ ആദ്യ 2 ഇൻഡെക്സുകളും മേജർലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, ദെൻ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, കാര്യങ്ങളെല്ലാം. പക്ഷേ ആ സിസ്റ്റത്തിന് പുതിയ പ്രോബ്ലംസ്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, സോ ഇവിടെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നമ്മളുടെ ക്ലൈമറ്റ് റിസൈലന്റ് ആണോ? അതായത് ഇപ്പൊ മെട്രോ, നമ്മളുടെ ബാംഗ്ലൂർ നഗരത്തിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, കഴിഞ്ഞ ദിവസം ചെന്നൈ നഗരത്തിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് 2015 നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് 2015 ചെന്നൈയിൽ അതിഭീകരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഞാൻ എത്രയിലാണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. സോ അന്നത്തെ കാലത്ത് ഈ ചെന്നൈ നഗരത്തിൽ അതിഭീകരമായിട്ടുള്ള ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അവരതിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എറണാകുളം നഗരത്തിൽ ഇതുപോലെ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. സോ ഇവിടെ എറണാകുളം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്ത് എന്താണ്? അറേബ്യൻ സീ ആണ്. ദെൻ ഹൈക്കോർട്ടിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഇടതുവശത്ത് എന്താണ്? വീരൻപുഴ, വേമ്പനാട്ട് കായലിന്റെ ഒരു കൈവഴിയായിട്ടുള്ള പുഴകളാണ്. ഈ 2 ഏരിയയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും? ഡ്രെയിനേജുകൾ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള വഴികൾ അവിടെ തന്നെയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഒരു ഡ്രെയിനേജിന്റെ കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജിന്റെ എന്താണ് ക്ലൗഡ് ബേഴ്സിനെ താങ്ങാനായിട്ടുള്ള ശേഷിയുണ്ടോ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സർവീസും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ദെൻ സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് കേരളയുടെ കുറച്ചും കൂടി ഈ ഡ്രെയിനേജ് കാരേജ് കപ്പാസിറ്റി എല്ലാം കുറച്ചുകൂടി കൂടുതലാണ് നമ്മളുടെ കേരളവും അതിനടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കമ്പയർ ടു അതർ സിറ്റീസ്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇവിടെ ഇദ്ദേഹം അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിറ്റി വൈഡ് ആവറേജ് ഇൻട്രാ സിറ്റി ഡിസ്പാരിറ്റീസ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ
എറണാകുളം സിറ്റി എടുത്തു കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയിൽ ഓരോ ഭാഗത്തും ഓരോ പ്രോബ്ലംസ് ആയിരിക്കും, ഇല്ലേ? സോ നമ്മൾ എന്താണ്, നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി നമ്മളുടെ എന്താണ് ടൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയെയും ഇൻഫ്രാസ്ട്രക്ചറേക്കും എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ട് ദെൻ വീണ്ടും നമ്മൾ ഒരു സിറ്റിക്ക് ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ സിറ്റിക്ക് എല്ലാ സിറ്റിക്കും ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ ശരിയാവോ? ഇല്ല. സിറ്റീസ് ആർ ഡിഫറെന്റ് ആൻഡ് ദർ ആർ ഇൻട്രാ സിറ്റി ഡിസ്പാരിറ്റീസ്. ദെൻ പുവർ സെറ്റിൽമെന്റ് റിസീവ് ഹൈയസ്റ്റ് ക്ലൈമറ്റ് എക്സ്പോഷർ. ഈ സിറ്റീസിലൊന്നും, അതായത് UN ഹാബിറ്റാറ്റ് സിറ്റിയുടെ പ്രോസ്പെരിറ്റി ഇൻഡെക്സിലും ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സിലും സിറ്റി റിസൈലന്റ് ഇൻഡെക്സിലും ഒന്നും പെടാത്ത സിറ്റികളാണ് ശ്രീലങ്കയിലെ ഹിൽ ടൗണുകളും ഹാത്തിയായി എന്ന് പറയുന്ന സ്ഥലവും സിബു എന്ന് പറയുന്ന എന്താണ് ഈസ്റ്റ് ഏഷ്യൻ സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സിറ്റീസിലെ ആദ്യത്തെ കൺട്രീസിലേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടും, അല്ലെ? സോ നിങ്ങൾ ഒരു UN ഹാബിറ്റാറ്റിന്റെ പ്രോസ്പെരിറ്റി ഇൻഡെക്സിൽ, സിറ്റി പ്രോസ്പെരിറ്റി ഇൻഡെക്സിൽ വരുന്ന ഒരു കൺട്രി ആണെങ്കിൽ നിങ്ങൾ എന്തോ വലിയൊരു കൺട്രി ആണെന്ന് തോന്നുകയും അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുകയും ചെയ്യും, എക്കോണമി കുറച്ചുകൂടി വർദ്ധിക്കും. സോ അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടും. പക്ഷേ ഈ സിറ്റികളുടെ കാര്യത്തിൽ, ഇതിലൊന്നും പെടാത്ത സിറ്റികളുടെ കാര്യത്തിൽ അവരുടെ റിസ്ക് എന്താണെന്ന് അസസ് ചെയ്യാനായിട്ടോ അവരുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടോ മെഷർ ചെയ്യാനായിട്ടോ ആരും തയ്യാറാവുന്നില്ല. സോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിലൂടെ. ഓക്കെ ആണോ? സോ വളരെ ചെറിയൊരു ആർട്ടിക്കിൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. 3 ഇൻഡെക്സ്, ലൈവബിലിറ്റി ഇൻഡെക്സ്. സോ ഒരു അർബനൈസേഷന്റെ പ്രോബ്ലംസിനെ കുറിച്ച് വരുമ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഒന്ന് UN ഹാബിറ്റാറ്റിന്റെ സിറ്റി പ്രോസ്പെരിറ്റി ഇൻഡെക്സ്, ഹാബിറ്റാറ്റ് പ്രോസ്പെരിറ്റി ഇൻഡെക്സ്, ലിവബിലിറ്റി ഇൻഡെക്സ്, ദെൻ സിറ്റി റിസൈലൻസ് ഇൻഡെക്സ്. ഈ 3 ഇൻഡെക്സുകളെയും നിങ്ങൾ നിങ്ങളുടെ എന്തിൽ കോട്ട് ചെയ്തിരിക്കണം? മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ കോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മിനറൽ മിഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മളൊരു ഹ്യൂജ് മിനറൽ മിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മളുടെ റയർ എർത്ത് മാഗ്നറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു 7200 കോടി രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. പെർട്ടിക്കുലർലി റയർ എർത്ത് എലമെന്റുകളെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഇന്ത്യയിൽ തന്നെ റിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ടുമുള്ള ഒരു മേജർ പ്രൊജക്റ്റ് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഇത്രയും ഒരു 2700 crores നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, റയർ എർത്ത് എലമെന്റുകളാണ് ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണുകളിലെല്ലാം നമ്മളുടെ ഈ റയർ എർത്ത് എലമെന്റുകളാണ്. നമ്മൾ നിരന്തരം ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു റയർ എർത്ത് എലമെന്റുകളെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് മാറുന്ന കാലഘട്ടത്തിൽ റയർ എർത്ത് എലമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ ഒരു ഹ്യൂജ് ചങ്കും ഇന്ത്യയിൽ റയർ എർത്ത് എലമെന്റുകളുടെ ഡെപ്പോസിഷൻസ് കുറവാണ്. ഓക്കെ, വെൻ കമ്പയർ ടു ചിലി, അല്ലെങ്കിൽ നമ്മളുടെ ലിഥിയം ട്രയാങ്കിൾ, കൊബാൾട്ട് ട്രയാങ്കിൾ അല്ല, ലിഥിയം ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ചിലി, അതിനടുത്ത പ്രദേശങ്ങൾ, 2 പ്രദേശങ്ങളുണ്ട്, ചിലി, ബൊളീവിയ, ദെൻ ഐ ഫോർഗോട്ട് ദി തേർഡ് വൺ. സോ അങ്ങനെയുള്ള പ്രദേശങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്മളുടെ ഡെപ്പോസിഷൻസ് കുറവാണ്. എന്നാൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ചൈനയാണ് ഇതിലെ ലാർജസ്റ്റ് പോർഷനും അല്ലെങ്കിൽ ലാർജസ്റ്റ് പ്രൊഡക്ഷനും ഹോൾഡ് ചെയ്യുന്നത്. ചൈനയ്ക്ക് ഇൻഹൗസ് ആയിട്ട് റിഫൈൻ ചെയ്യാനായിട്ടുള്ള ചില പ്രക്രിയകളുണ്ട്. ദെൻ പല മേഖലകളിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്ന് പല മേഖലകളിൽ നിന്നും ചൈനീസ് കമ്പനികൾ പോയിട്ട് ഈ റയർ എർത്ത് എലമെന്റുകൾ കുഴിച്ചെടുത്തുകൊണ്ട് പോരും. അതിനുള്ള മെക്കാനിസം അവർക്കുണ്ട്. ദെൻ ചൈനീസ് ആൾക്കാരെ വിട്ടുകൊണ്ട് തന്നെ ഇതിനെ റിഫൈൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ് ഉണ്ട്. COVID-19 വന്നു കഴിഞ്ഞപ്പോ ഫോണുകൾക്ക് പെട്ടെന്ന് വില കൂടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 9000 രൂപ വാങ്ങിച്ചിരുന്ന ഫോണിനൊക്കെ ചെറിയ സമയത്തേക്ക് ചെറുതായിട്ട് വില കൂടിയായിരുന്നു. ഫോണിന്റെ പ്രൊഡക്ഷനുകൾ നിൽക്കും എന്നുള്ളൊരു രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോവോൾട്ടായിക് സെല്ലുകളുടെ പ്രൊഡക്ഷനുകൾ നിൽക്കും എന്ന രീതിയിൽ ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കവർ ചെയ്തു പോയി. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്ത്യ റയർ എർത്ത് എലമെന്റുകളുടെ കാര്യത്തിൽ സെൽഫ് ഡിപ്പെൻഡന്റ് ആകേണ്ടത്, ഇൻഡിപെൻഡന്റ് ആകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ദെൻ പ്രിലിംസ് ക്വസ്റ്റ്യൻ,
ലിഥിയം ഏറ്റവും കൂടുതലുള്ള രാജ്യത്തിന്റെ പേരെന്താണ്? ലിഥിയം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ചിലിയാണ്. ദെൻ നിക്കൽ, ലിഥിയം. നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയൺ ബാറ്ററിയാണ്. പഴയത് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്തോ ആയിരുന്നു പണ്ടൊക്കെ നമ്മുടെ ചെറിയ നോക്കിയ ഫോണിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിക്കൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്തോനേഷ്യൻ റീജിയനുകളിലാണ്. ദെൻ കൊബാൾട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. സോ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയാണ് മാപ്പ് ചെയ്യുക എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. സോ റയർ എർത്ത് എലമെന്റുകളിലെ ഈ 3 ഏരിയാസും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്? ലിഥിയം ആണെങ്കിൽ ചിലിയിലാണ് ഏറ്റവും കൂടുതൽ റിസർവുകൾ. ഉൽപ്പാദിപ്പിച്ചതല്ല കേട്ടോ, റിസർവുകളുടെ കേസാണ് ഈ പറയുന്നത്, ഉൽപ്പാദിപ്പിച്ചതല്ല, പ്രൊഡക്ഷൻ അല്ല, റിസർവുകളുടെ കേസിലാണ്. ദെൻ കൊബാൾട്ട് ആണെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ റിസർവുകൾ ഉള്ളത്. നിക്കൽ ഏറ്റവും കൂടുതൽ റിസർവുകൾ ഉള്ളത് നമ്മുടെ ഇന്തോനേഷ്യൻ റീജിയനുകളിലാണ്. ഓക്കെ, സോ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്താണ്? നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളിൽ ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നതൊക്കെ എന്തിനാണ് എന്ന് മനസ്സിലായി കാണും. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് അതിലേക്ക് വിട്ടുപോയത്? നമ്മളുടെ ഈ 7200 കോടിയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ മേജർലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിഫൈനിങ് പ്രോസസ് ഇല്ലായ്മയാണ്. അതായത് ഇന്ത്യ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതായത് റെയർ എർത്ത് എലമെന്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് റിഫൈൻ ചെയ്യാനായിട്ട് പറ്റുമോ? പെട്രോളിന്റെ കാര്യത്തിൽ നമ്മൾ ഗംഭീരമായിട്ട് ഈ ഒരു പ്രോസസ്സ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ പല രാജ്യത്തു നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. അംബാനിയും അദാനിയും എല്ലാം കൂടി, റിലയൻസും ഗവൺമെന്റും എല്ലാം കൂടി ഇതിനെ റിഫൈൻ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെട്രോളിയം പ്രൊഡക്റ്റുകളാണ്. സോ റിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് എന്തില്ല? ഇന്ത്യക്ക് ഹ്യൂജ് പെട്രോളിയം റിസർവുകളൊന്നും ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിഫൈൻ ചെയ്യുന്നുണ്ട്. റയർ എർത്ത് എലിമെന്റ് കാര്യത്തിൽ ചൈന ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. പക്ഷേ ഇന്ത്യക്ക് എന്തില്ല? ഇന്ത്യക്ക് ഈ റിഫൈനിങ് പോസിബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇതുവരെ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യ നിലവിലുള്ള ഈ 7200 കോടി പ്ലാനിൽ ഈ റിഫൈനിങ് പ്രോസസ് ഇന്ത്യയിലേക്ക് പല ഭാഗത്തു നിന്നും കൊണ്ടുവരും. ഇന്ത്യയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മൈൻ ചെയ്തെടുക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഇട്ട് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റെയർ എർത്ത് എലമെന്റുകൾ കിട്ടും. ഓക്കെ, സോ ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിങ്ങൾ ഈ കൊബാൾട്ട് ഇല്ല, അല്ലെങ്കിൽ നിക്കൽ ഇല്ല, നമ്മളുടെ കാഡ്മിയം ഇല്ല എന്നൊക്കെ പറയുന്നത് അതിലേക്ക് പോകാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ മെറ്റലുകളിലേക്ക് പോകാതെ ഇന്ത്യയിലും റയർ എർത്ത് എലമെന്റുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ കോപ്പർ ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ടിൻ ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ക്രിറ്റിക്കൽ മിനറൽസുകളും ഇന്ത്യയിലുണ്ട്. സോ ഇതിനെല്ലാം മൈൻ ചെയ്തെടുക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? നമ്മൾ പറയുമ്പോൾ ചിലിയിലാണ് ഏറ്റവും കൂടുതൽ ലിഥിയം റിസർവ് ഉള്ളത്, ഇന്ത്യയിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിരിക്കണം എന്നുള്ളൊരു ചിന്ത വേണ്ട. പകരം ഇന്ത്യയിലും ക്രിറ്റിക്കൽ മിനറൽസുകൾ ഉണ്ട്. ഡെക്കാൻ പീഠഭൂമിയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒഡീഷ്യൻ തീരങ്ങളിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ക്രിറ്റിക്കൽ മിനറൽസുകൾ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം, റിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ കയ്യിൽ നിന്ന് വരണം. ഇവിടെ ഇദ്ദേഹം ഒരു 5 സ്റ്റെപ്പുകൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ബെറ്റർ റിഫൈനിങ് പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രോസസ്സിലേക്ക് വരാനായിട്ട് ഇദ്ദേഹം 5 സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് മേക്ക് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഇന്നോവേഷൻസ് എഞ്ചിൻ. സെന്റേഴ്സ് ഓഫ് എക്സലൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഇന്നോവേഷൻസിന്റെ എഞ്ചിൻസ് ആയിട്ട് ഇന്നോവേഷൻ ചെയ്യുന്ന, അതായത് റിഫൈനിങ് പ്രോസസ്സുകളിൽ ഇന്നോവേഷൻ ചെയ്യാനായിട്ടുണ്ട്, പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ഇന്നോവേഷൻ ചെയ്യാനായിട്ടുണ്ട്, ദെൻ എക്സ്പോർട്ട്, ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം, ഇതിന്റെ മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇന്നോവേഷൻ വരുത്താനുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇന്നോവേഷൻ ചെയ്യുന്ന ഒരു എഞ്ചിൻസ് ആയിട്ട് സെന്റേഴ്സ് ഓഫ് എക്സലൻസിനെ നമ്മൾ മാറ്റണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ്, അൺലോക്ക് സെക്കൻഡറി റിസോഴ്സസുകൾ.
പ്രൈമറി റിസോഴ്സുകൾ എന്താണ്? ഇപ്പൊ കൊബാൾട്ടിന്റെ കേസിലായി കഴിഞ്ഞാലും ലിഥിയത്തിന്റെ കേസിലായി കഴിഞ്ഞാലും ഈ ഓരോ കേസുകളിലും പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന റയർ എർത്ത് എലമെന്റുകളാണ്. പക്ഷേ ഈ സെക്കൻഡറി റിസോഴ്സസിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ റെസിഡ്യൂസ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആഷസുകൾ, ഇത് എല്ലാം നമ്മൾ ഒന്ന് റിഫൈൻ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് റയർ എർത്ത് എലമെന്റുകൾ കിട്ടുമല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുകയാണ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലൈ ആഷസുകൾ ഉണ്ട്. ആ ഫ്ലൈ ആഷസുകളെ നമ്മൾ റിഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് റയർ എർത്ത് എലമെന്റുകൾ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ റയർ എർത്ത് എലമെന്റുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. സോ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഈസ് റിലേറ്റഡ് ടു ബിൽഡ് എ സ്കിൽഡ് വർക്ക് ഫോഴ്സ്. ഇതെല്ലാം ചെയ്യാനായിട്ട് ആളുകൾ വേണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വേണ്ടേ? സോ ഒരു എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂം അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് ആയിട്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദെൻ റിലേറ്റഡ് ടു ഫോർത്ത് സ്റ്റെപ്പ്, ഡി റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്? ഈ റയർ എർത്ത് എലമെന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹ്യൂജ് പ്രൈസ് ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. വെൻ ദേ ഗോ ടു ഇൻവെസ്റ്റ്, അവരുടെ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഒരു 1500, 200, 2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു സമയത്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ ഇത് ആരും വാങ്ങിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ ആ അവസരത്തിൽ എന്ത് ചെയ്യും? ഈ അവസരങ്ങളിലെല്ലാം എന്താണ്? ഗവൺമെന്റ് ഇത് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കണം. സോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റുകളെ ഗവൺമെന്റ് ഡീ റിസ്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ദെൻ കമ്മിങ് ടു ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ്, സ്ട്രെങ്തൻ മിനറൽ പോളിസി. സോ നമ്മളുടെ മിനറൽ ഡിപ്ലോമസി പോളിസി അല്ല, മിനറൽ ഡിപ്ലോമസി. ഈ മിനറൽ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യം പല കൺട്രീസുമായി കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മളുടെ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ എന്താണ്? മിനറൽസിന്റെ കാര്യത്തിൽ സ്ട്രെങ്തൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ ഒരു ഹ്യൂജ് ചങ്ക് ഓഫ് മിനറൽസ് ഉണ്ട്. ഇതെന്ത് ചെയ്യാം നമുക്ക്? ഇത് നമ്മളുടെ ഡിപ്ലോമാറ്റിക് ആക്ഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങിച്ചെടുത്തുകൂടെ? സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 7200 കോടി പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ ആ ഒരു ഏരിയ കൂടി, ആ ഒരു പെർസ്പെക്റ്റീവ് കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. Then coming to next discussion, it is related to India Maldives joint training exercise. ഇന്ത്യയും മാൽദീവ്സുമായി നടത്തുന്ന ഒരു ജോയിന്റ് ട്രെയിനിങ് എക്സർസൈസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് എക്കുവെറിൻ. ഓക്കെ, സോ നമ്മളുടെ മിലിറ്ററി എക്സർസൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കുവെറിൻ എന്ന് പറയുന്ന എക്സർസൈസ് ആണ്. ഇറ്റ് ഈസ് എ മിലിറ്ററി എക്സർസൈസ് ബിറ്റ്വീൻ ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ നടക്കുന്ന ഒരു മിലിറ്ററി എക്സർസൈസ് ആണ് നമ്മളുടെ ഈ എക്കുവെറിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമൻസഡ് ഇൻ ദ തിരുവനന്തപുരം, കേരള. നിങ്ങൾ പലപ്പോഴും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ പലരുടെയും സ്റ്റാറ്റസുകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഷിപ്പായിരിക്കും INS എന്താണ് വിക്രാന്തുമായി INS ഏതായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഷിപ്പ്? എന്റെയൊക്കെ സ്റ്റാറ്റസുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതായിരുന്നു. സോ അവിടെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഇന്ത്യ മാൽദീവ്സ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് എക്കുവെറിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഇന്നത്തെ ന്യൂസിൽ ഒന്ന് ഓർത്തിരിക്കുക. സോ മാൽദീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറുകൾ എഴുതുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഈ ഒരു എക്സസൈസിനെ കുറിച്ചിട്ട് കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയെ കോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കോട്ട് ചെയ്യുക. സോ ബേസിക്കലി മിലിറ്ററി എക്സസൈസ് ആണ്. മിലിറ്ററി എക്സസൈസ് എന്ന് പറയുമ്പോൾ കര മിലിറ്ററി മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മളുടെ ആരാണ് പെർട്ടിക്കുലർലി നമ്മളുടെ ആർമി ചീഫുകളായിരിക്കും പ്രധാനമായിട്ടും ഈ എക്സസൈസിന്റെ ഭാഗമാകുക. ഫോട്ടോ കണ്ടാൽ അറിയാം, അവരുടെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ.